എടോ ആരുടെയും കുഴപ്പമല്ല നിന്റെ കുഴപ്പം, ഭാര്യയുടെ കുഴപ്പം അല്ല. അങ്ങനെ ഒരിക്കലും നോക്കരുത്. ആരാ പറഞ്ഞ അവരുടെ കുഴപ്പമാണെന്ന്? എടോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആയിഷ ബീവിക്കും മക്കളില്ലായിരുന്നു. എന്താ കൗണ്ടിങ് പറഞ്ഞുകൊണ്ടാ? അല്ലെങ്കിൽ പീരീഡ്സ് നേരെയാകാത്തതുകൊണ്ടാ? ഗർഭപാത്രം വികസിക്കാത്തതുകൊണ്ടാ? ഒന്ന് പറഞ്ഞേ. നബി തങ്ങൾക്ക് എന്തായിരുന്നു കുഴപ്പം? ആയിഷ ബീവിക്ക് എന്തായിരുന്നു കുഴപ്പം? എടാ അല്ല ഇഷ്ടപ്പെട്ടവർക്ക് അല്ല കൊടുക്കും, ചിലർക്ക് കൊടുക്കും, ചിലർക്ക് കൊടുക്കൂല, അത്ര തന്നെ. പിന്നെ മക്കള് വേണോ വേണ്ടയോ? നീ കണ്ട പേവെള്ളമെല്ലാം കുടിച്ചില്ല, കണ്ട മരുന്ന് മൊത്തവും തിന്നു എന്നാ അല്ല പറഞ്ഞ മരുന്ന് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നാര സഹോദര, ഖുർആനിലില്ലാത്ത എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ മരുന്നുണ്ടോ? ഖുർആനിലെല്ലാം മരുന്നുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഇല്ലാത്ത ഒരു മരുന്നുമില്ല. നീ ഇന്നേ വരെ ആ മരുന്ന് കഴിച്ചിട്ടുണ്ടോ? ഇവിടെ കച്ചവടം ഇല്ല ഉസ്താദെ, വലിയ സങ്കടം. ഖുർആൻ പറഞ്ഞ കാര്യം ചെയ്യാറുണ്ടോ? ഉസ്താദെ കിണറ്റിൽ വെള്ളമില്ല ഉസ്താദെ, ക്ഷാമോ ഉസ്താദെ, ഖുർആൻ പറഞ്ഞ കാര്യം ചെയ്യടോ. ഖുർആനിൽ എല്ലാത്തിനും മരുന്നുണ്ട്. മക്കൾ ഉണ്ടാകാൻ ഖുർആൻ പറഞ്ഞ മരുന്നെന്താ? 5 പൈസയുടെ ചെലവിലേക്കായി ഇത്രയും നല്ല എളുപ്പത്തിലുള്ള മരുന്ന് ഖുർആൻ പറഞ്ഞില്ലേ? എല്ലാം ഖുർആനിലുണ്ട്. മഹാനായ ഹസൻ ബസ്രി തങ്ങളുടെ കുട്ടികൾക്ക് പാഠമെടുത്തുകൊണ്ടിരിക്കുക, ദർസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരാള് കയറി വന്നു. തങ്ങളെ മഴയില്ല, വല്ലാത്ത ക്ഷാമം, വെള്ളമില്ല, വലിയ പ്രയാസവാ, തങ്ങളെ ദുആ ചെയ്യണം കേട്ടോ. മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. വെള്ളമില്ല അല്ലേ? അന്ന പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം, പറഞ്ഞോളാൻ പറഞ്ഞു. വെള്ളം വേണമല്ലോ, അസ്തഗ്ഫിറുല്ലാഹ് പറ, പൊക്കോളാൻ പറഞ്ഞു. രണ്ടാമതൊരാള് കയറി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കച്ചവടമൊക്കെ ആകെ പ്രശ്നത്തില്ല, കച്ചവടം ഒന്നും ഇല്ല, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, കച്ചവടത്തിൽ ബർക്കത്ത് വേണമില്ലേ, അസ്തഗ്ഫിറുല്ലാഹ് പറ. മൂന്നാമതൊരാള് വന്നു, തങ്ങളെ കൊല്ലങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളൊന്നും ഇല്ല, തങ്ങളെ വല്ലാത്ത സങ്കടത്തില്ല. അപ്പോഴും പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് പറ. ഇപ്പൊ ശിഷ്യന്മാര് കിളി പോയതുപോലെ ഇരിക്കുക. ഇതെന്തേപ്പ എല്ലാത്തിനും ഒരു മരുന്ന്? പണ്ട് നമ്മൾ ആശുപത്രിയിൽ പോയാ ഒരു പെട്ടിക്കകത്തുനിന്ന് ഏത് അസുഖത്തിന് പോകുന്നവന് 4 എണ്ണം വാരിത്തരും. അതിലെന്തോ ഒരു ബർക്കത്തുണ്ട്, അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഈ വന്നവർക്ക് എല്ലാവർക്കും കൊടുത്ത മരുന്നെന്താ? 3 കാര്യവാ. മഴയില്ലെന്ന് പറഞ്ഞവനും, കച്ചവടമില്ലെന്ന് പറഞ്ഞവനും, മക്കളില്ലെന്ന് പറഞ്ഞവനും ഒറ്റ മരുന്ന്. അപ്പൊ കുട്ടികൾ ചോദിച്ചു, എന്താ ഉസ്താദേ? അപ്പോഴാണ് പറഞ്ഞു കൊടുത്തത്, മക്കളെ ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാണ്. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. അല്ല പറഞ്ഞ മരുന്ന അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ നിനക്ക് വെള്ളമുണ്ടാകും, നിനക്ക് മഴ കിട്ടും. നീ അടുത്തവന്റെ കടയിൽ നോക്കിയിട്ട് അല്ലാ അവന് മാത്രം ഇത്ര കച്ചവടം, എന്താ അല്ലാ പടച്ചവനെ ഓൻ എത്തിക്കാനല്ല അവിടെ എന്ന് പറയുന്നതിന് പകരം നീ ഇരുന്നൊരു 100 അസ്തഗ്ഫിറുല്ലാഹ് പറ, നിന്റെ കടയിലും കച്ചവടം ഉണ്ടാകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ മക്കളില്ല ചങ്ങാതി, മക്കളില്ലാത്ത സഹോദര സഹോദരി, സങ്കടപ്പെടല്ലേ മോളെ. പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു നിനക്ക് മക്കളെ തരും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദുആ ചെയ്യ്, ഒരു മടിയും കാണിക്കരുത്, ദുആയിൽ ഒരു കുറവും വരുത്താൻ പാടില്ല. എപ്പോഴും അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. ദുആ എന്ന് പറഞ്ഞാൽ നഷ്ടമില്ലാത്ത ഒരു കച്ചവടമാണ്. ഏത് കച്ചവടം ചെയ്താലും നഷ്ടമുണ്ട്, എന്നാൽ നഷ്ടമില്ലാത്ത ഒരു കച്ചവടമാണ് ഖുർആൻ. ദുആ ചെയ്യുന്ന എന്ന് പറയുന്നത് നഷ്ടമില്ല. എന്തിനാ ഉസ്താദ് എപ്പോ നോക്കിയാലും ദുആ ദുആ ദുആ? മരിച്ച നിസ്കാരത്തിന് മുമ്പ്, നിസ്കാരത്തിന് ശേഷം, മരണ വീട്ടിൽ, ഖബറിന്റെ അടുക്കൽ, 3, 7 ഇങ്ങനെ എല്ലാം ദുആ തന്നെ. എന്റെ പൊന്നാര ചങ്ങാതി, ദുആ ചെയ്യുന്നത് നല്ലതാ. ദുആ ചെയ്താലുള്ള നേട്ടം. ഇപ്പൊ നമ്മളൊക്കെ സുന്നികളൊക്കെ പറയും, എന്താ ദുആ, എവിടെ പോയാലും ദുആ, എപ്പോ നോക്കിയാലും ദുആ. എടോ ദുആ ചെയ്യണം ചങ്ങാതി. ദുആ കൊണ്ടുള്ള പ്രയോജനം എന്താ? എടോ ചങ്ങാതി, നീ ദുആ ചെയ്യ്. ദുആ ചെയ്താൽ നിന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടാകും. എപ്പോഴും ദുആ ചെയ്യുന്ന ഒരാളുടെ ശബ്ദം അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ടാകും. നീ ദുആ ചെയ്യാൻ തുടങ്ങുമ്പോ മലക്കുകൾ അല്ലാഹുവിനോട് പറയും, സിറാജ് ദുആ ചെയ്യുന്ന പടച്ചവനെ. മലക്കുകൾക്ക് പരിചയമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ദുആ ചെയ്താൽ എന്റെ മുമ്പിൽ നിങ്ങൾ കൈനീട്ടിയ ചിലപ്പോൾ ഞാൻ വെറുതെ മടക്കും. അല്ലാഹു വെറുതെ മടക്കൂല. ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു അവനെ വെറുതെ മടക്കത്തില്ല. കാരണം അല്ലാഹു മാന്യനാ, സിറാജ് ചിലപ്പോൾ മാന്യനാവുന്നതില്ല.
അല്ലാഹു മാന്യന നബി തങ്ങൾ പറഞ്ഞു മൂന്നാലൊരു കാര്യം അല്ലാഹു തരും. ഒന്നുകിൽ നീ ചോദിച്ചത്, നീ അല്ലാഹുവിനോട് എന്താണോ ചോദിച്ചത്, ആ ചോദിച്ചത് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ ഒന്നുകിൽ നീ ചോദിച്ചത് തരികയാണ്, അല്ലെങ്കിൽ പടച്ചവര് നീ ചോദിച്ചത് അല്ലാഹു തരൂല, അല്ലാഹു പരലോകത്തേക്ക് ബന്ധിപ്പിക്കുകയാണ്, മീസാൻ എന്ന് പറയുന്ന ത്രാസിലേക്ക് ബന്ധിപ്പിക്കുകയാണ്. പടച്ചവനെ അല്ലാഹു നിനക്ക് ദുനിയാവിലെ തന്നില്ല, മസ്റയിലേക്ക് മാറ്റിവെച്ചതുമില്ല. എന്നാ മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്ത്, ഒരു ശർറ് അല്ലാഹു തട്ടിമാറ്റി കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിനക്ക് വരാനിരിക്കുന്ന ഒരു ശർറെങ്കിലും അല്ലാഹു തട്ടിമാറ്റി കളയും. അതാണ് ദുആ. അല്ലാഹു നമുക്ക് ദുആ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രയാസമോ ദുഃഖമോ ദുരിതമോ വന്നാൽ അവര് നേരെ പള്ളിക്കകത്ത് പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും. നമ്മുടെ ഉപ്പുപ്പമാർ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അവര് നേരെ പള്ളിക്കകത്ത് പോയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് അവര് പരിഹാരം കണ്ടെത്തും. കള്ളിശാപ്പിലോ ബാറിലോ ബീച്ചിലോ അല്ല അവര് പോയിരുന്നത്. നമ്മുടെ ഉമ്മമാർ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ അവർ ഏതെങ്കിലും മഖാമുകളുടെ മുമ്പിലേക്ക് പോകും. അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, അള്ളാഹുവിന്റെ ഉലിയാക്കന്മാർ അവരുടെ മഖാമുകളിന്റെ മുമ്പിൽ പോയിരുന്ന് ഒരു യാസീൻ ഓതി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് അവർ പരിഹാരം കാണും. പക്ഷെ ഇന്നതൊക്കെ മാറി. ഇന്ന് ദുആ പോലും ചെയ്യാൻ മടിക്കുന്ന കാലഘട്ടം. നബിതങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുന്നു, ഏറ്റവും വലിയ ഫക്കീർ ദുആ ചെയ്യാൻ മനസ്സില്ലാത്തവനാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പറയുകയാ, വയദുഊനനാ റഗ്ബൻ വറഹബ. അല്ലാഹുവിൽ പ്രതീക്ഷ വെക്ക്, അല്ലാഹു കൈവിടൂല, അല്ലാഹു നമ്മളെ സഹായിക്കും. എല്ലാ വഴികൾ അടഞ്ഞെന്ന് കരുതുമ്പോഴും അല്ലാഹു നമുക്ക് വേണ്ടി ഒരു വഴി തുറന്നു തരും. അല്ലാഹു ഈ മജ്ലിസിലെ ദുആയിക്ക് അല്ലാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈ മജ്ലിസിലെ ദുആയിക്ക് അല്ലാഹു ഉത്തരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ അടയാളം, അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യും. അല്ലാഹു നമ്മുടെ ദുആയിക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2, 3 ഒരെണ്ണം കൂടെ കേട്ടൂടെ? കുറച്ചു നേരം കൂടി ഇരുന്നൂടെ? കുറച്ചു നേരം കൂടി ഇരിക്കൂലേ? നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ നിർത്താം. എന്ത് വേണം? ഒന്ന് കൈപൊക്കിക്കേ. ആ, പൈസ ചോദിക്കുമ്പോ ഇവിടെ തന്നെ കാണണം എല്ലാം കേട്ടാ. ഈ ഉഷാറ് ഞാൻ പൈസയും കൂടെ ചോദിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോഴും ചാടി പൊക്കിക്കൊള്ളണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു സഹോദരൻ, രാവും പകലും ഇതിനു വേണ്ടി ഓടിച്ചാടി നടന്നൊരു സഹോദരൻ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് തലയ്ക്ക് ചെറിയ പ്രയാസം പറ്റി ഇപ്പോ ഹോസ്പിറ്റലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പൊന്നുമോന് ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ റഹ്മാനായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അല്ലാഹ്, നിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആ പൊന്നുമോനെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ ആ കുടുംബത്തിന് നീ സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അപകടങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബക്കറ്റ് പിരിവില്ലേ? ഇൻഷാ അല്ലാഹ് നഷ്ടമില്ല. അസ്സദഖത്തു റദ്ദുൽ ബലാ. എന്റെ പ്രിയപ്പെട്ടവരെ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. എടോ, ഏത് വിപത്തിനെയും തട്ടിമാറ്റുന്നത് സദഖയ്ക്ക് കഴിയുമോ സഹോദരാ? അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് വേണ്ടിയാണ് ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. ആരും വെറുതെ കൊടുക്കണ്ട, 1 രൂപ പോലും ആരും വെറുതെ കൊടുക്കണ്ട. നിങ്ങൾ
നിങ്ങളുടെ ആരുടെയും പൈസ അല്ലാഹുവിന് വേണ്ടടോ. അല്ലാഹുവിനല്ല വേണ്ടത്. കൊടുക്കുന്നത് കൊണ്ട് നേട്ടം നമുക്കാണ്. വരാനിരിക്കുന്ന ദുരന്തങ്ങൾ, അപകടങ്ങൾ, ചിരിച്ചും കളിച്ചും നടന്ന സഹോദരനാണ്. പടച്ചവനെ, ഞാൻ കേട്ടു ഫോണിൽ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോ അല്ലാഹുവേ സ്വാലിഹ് ഉസ്താദിനെ വിളിച്ചുകൊണ്ട് ആ സഹോദരൻ പറയുന്നു, ഉസ്താദേ ദുആ ചെയ്യണേ, എന്റെ പൊന്നുമോന് പടച്ചവനെ ബ്ലഡ് ഛർദ്ദിക്കുന്നു, ഉസ്താദേ ദുആ ചെയ്യണേ എന്ന് ആംബുലൻസിനകത്തിരുന്ന് പറയുമ്പോ ഇത്രയേ ഉള്ള മനുഷ്യന്റെ കാര്യം എപ്പോഴെവിടെ വെച്ചാണ് അപകടം വരുന്നതെന്നറിയില്ല. പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുന്ന കാലമാണ്. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടോ? ഇന്ന് പടച്ചവനെ പേര് പോലും കേൾക്കാത്ത രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് പടച്ചവനെ എല്ലാ വിപത്തുകളെയും തട്ടിമാറ്റുന്നത് സദഖയാണ്. ആ സദഖയ്ക്ക് പവറുണ്ട്. ഏത് രോഗത്തെയും മാറ്റാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, പെങ്ങള് ഉസ്താദേ ഒരുപാട് മരുന്ന് കഴിച്ചു, മരുന്ന് കഴിച്ചിട്ടും രോഗം മാറുന്നില്ലെന്ന് സങ്കടം പറയുന്ന ഉമ്മ, ഞാനൊരു മരുന്ന് പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഈ മുതഅല്ലിമീങ്ങളെ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ ക്യാൻസറോ ട്യൂമറോ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സദഖയുടെ ബർക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്ക് അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. എല്ലാവരും അൽഹംദുലില്ലാ അവരവരെ കൊണ്ട് കഴിയുന്നത് അൽഹംദുലില്ലാ. മദ്രസകൾ പോലും നിരോധിക്കണമെന്ന് പറയുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. മദ്രസകൾ പോലും, കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുവരെ നിർത്തലാക്കണമെന്ന് പറയുന്ന ഒരു കാലഘട്ടം. അങ്ങനെയുള്ള വലിയ പ്രയാസത്തിന്റെ കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, നമ്മുടെ രാജ്യങ്ങളിൽ ഒരുപാട് സ്ഥാപനങ്ങൾ. അള്ളാഹു എല്ലാ സ്ഥാപനങ്ങൾക്കും അള്ളാഹു നിലനിൽപ്പ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ ചോദ്യചിഹ്നമാകുന്ന ഒരു കാലഘട്ടം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മദ്രസകൾ നമ്മൾ നോക്കിക്കേ, എന്തെല്ലാം നിയമങ്ങൾ. കുറച്ചു കാലം മുമ്പ് ഒരു പുതിയ നിയമം പാസാക്കാൻ പോയി. ശരീഅത്ത് അല്ലെങ്കിൽ വഖഫ്, അല്ലാഹുവിന് വഖഫ് ചെയ്തിരിക്കുന്ന ആ വഖഫ് സ്വത്തുക്കളെ കുറിച്ച് പോലും ചർച്ച ചെയ്യപ്പെട്ടു. അതൊക്കെ ഒന്ന് അലങ്കോലമായപ്പോ അടുത്ത മദ്രസയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഒരു കാലഘട്ടത്തിൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചില സത്യങ്ങൾ. ഈ ഇങ്ങനെയുള്ള ആൾക്കാർ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, പല പല തീരുമാനങ്ങളും പല പല പ്രകടനങ്ങളും അവരിങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? എടോ, ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ നിയമങ്ങൾ പാസ്സാകുന്നതിന് മുമ്പേ നമ്മൾ തന്നെ ഇതൊക്കെ അവസാനിപ്പിച്ച് കളയുന്ന ഒരവസ്ഥ. നിങ്ങൾ നോക്കിക്കേ, ഇന്ന് മദ്രസകൾ. എടോ, മദ്രസയിൽ ഒന്നാമത് പഠിപ്പിക്കുന്നത് അലിഫ്. അതിന് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ വാചകം അദബ്. അദബാണ് പഠിപ്പിക്കുന്നത്. മര്യാദ, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഉപ്പയോട് പെരുമാറേണ്ടത്, ഉമ്മയോട് പെരുമാറേണ്ടത്, വലിയവരോട് പെരുമാറേണ്ടത്, അനുജന്മാരോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഒരു വീട്ടിൽ പെരുമാറേണ്ടത്, ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഒരു രാജ്യത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്. അദബാണ് ഒന്നാമത് പഠിപ്പിക്കുന്നത്. ബാക്കിയാണ് എല്ലാ കാര്യങ്ങളും. എടോ, ഈ മദ്രസകൾ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്ക്, ഈ ശരീഅത്തുകളും ഈ ഫിഖ്ഹും ഈ മദ്ഹബിന്റെ വിഷയങ്ങളും ഈ മറ്റുള്ള ഇബാദത്തുകളൊക്കെ എവിടെ നിന്ന് പഠിക്കാനാ? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ മദ്രസയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരണ്ട് വന്നു പോകുന്നത് പോലെയാണ് ഇന്നത്തെ മദ്രസയുടെ അവസ്ഥ. എന്ന് പറഞ്ഞ മാതാപിതാക്കളും മക്കൾക്ക് വലിയ പരിഗണന കൊടുക്കുന്നില്ല. അവർക്ക് സമയം കിട്ടുമ്പോ 6:30 വരും, 6:45 തിരിച്ചു പോകുന്ന ഒരവസ്ഥ. ഒരു 10 മിനിറ്റ് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. ഇന്ന് മാതാപിതാക്കൾ മദ്രസ വിദ്യാഭ്യാസത്തിന് വലിയ സ്ഥാനമൊന്നും കൊടുക്കുന്നില്ല. ഒന്ന് വന്നു പോകുന്ന ഒരവസ്ഥ. അത്ര പരിഗണന അവർ കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹല്ല് കമ്മിറ്റിക്കാർക്ക് പള്ളി വലുതാക്കാനും AC വെക്കുവാനും പള്ളി ഇങ്ങനെ പുതുക്കി പണിതി എല്ലാവരുടെ മുമ്പിൽ വലിയ കാര്യങ്ങൾ കാണിക്കാൻ. എന്നാൽ ആ മദ്രസയ്ക്കകത്ത് ഒരു ബെഞ്ചുണ്ടോ, ഒരു ഡെസ്ക് ഉണ്ടോ, അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അതിനൊന്നും പരിഗണന ആരും കൊടുക്കാറില്ല. കാരണം ഇവർക്ക് ഇടം ചിന്തിക്കേണ്ടത്, ഈ മദ്രസ ഇല്ലെങ്കിൽ പള്ളിക്കകത്ത് ആരാ വരുന്നേ? ഈ മദ്രസയ്ക്കകത്ത് പഠിക്കേണ്ട കുട്ടികളാണ് ഭാവിയിൽ പള്ളിക്കകത്ത് കയറേണ്ടത്. എത്ര വലിയ
പള്ളി കെട്ടിയാലും ആ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ ആള് വേണമെങ്കിൽ മദ്രസയിൽ നിന്ന് പഠിച്ചു വളരുന്ന മക്കളാണ് പിന്നീട് പള്ളിയിൽ കയറുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് മദ്രസയ്ക്കാണ്. ആ മദ്രസ വിദ്യാഭ്യാസത്തിന് കൊടുക്കേണ്ട സ്ഥാനവും പവിത്രതയും ആ മഹത്വവും അതിന് കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ വേണം. അത് കൊടുക്കാതെ വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ ഈ നിയമം ഇവര് പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശമുള്ള മദ്രസകളൊക്കെ പൂട്ടിക്കെട്ടുന്ന അവസ്ഥ, കുട്ടികൾ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹു നമുക്ക് ഈ മാന്ത്രിക അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ വലിയ പുണ്യമാണ് മദ്രസകൾ. ആ മദ്രസകൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ കാരാകുമായിരുന്നു. എടോ, ആ മദ്രസയിൽ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസം ലോകത്ത് ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയാലും കിട്ടൂല. ലോകത്ത് നിങ്ങൾ എവിടെ പോയി പഠിച്ചാലും ആ മദ്രസയിൽ നിന്ന് നമ്മൾ പഠിച്ച അറിവോളം വലുപ്പമുള്ള വേറെ അറിവൊന്നുമില്ല. ഏറ്റവും നല്ല ഒരു പാഠശാലയായിരുന്നു ആ മദ്രസകൾ. അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉസ്താദന്മാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് മദ്രസ വിദ്യാഭ്യാസത്തിന് നമ്മൾ വലിയ സ്ഥാനങ്ങൾ കൊടുക്കണം. മഹല്ലുകൾ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് മദ്രസകൾക്കായിരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വലിയ ഒരു ചോദ്യചിഹ്നമാകുന്ന കാലഘട്ടത്തിലാണ് ഇതുപോലെയുള്ള മദ്രസകൾ. അൽഹംദുലില്ലാ, ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ആർക്കുമില്ല മദ്ഹബുകളെ കുറിച്ച്, ശരീഅത്തിന്റെ നിയമങ്ങളെ കുറിച്ച്, ആദർശങ്ങളെ കുറിച്ച് ഈ വളർന്നു വരുന്ന തലമുറകൾക്കറിയില്ല. ഫേസ്ബുക്കിലും യൂട്യൂബിലും കയറി ആരെങ്കിലും പറയുന്നതും എവിടെ നിന്നെങ്കിലും കിട്ടുന്ന അറിവുകൾ മാത്രമേ ഈ മക്കൾക്കുള്ളൂ. എന്താണ് സുന്നത്ത് ജമാഅത്ത്, എന്താണ് അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം, എന്താണ്, ആരാണ് യഥാർത്ഥ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. അവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പുത്തൻ ആശയക്കാര് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിലേക്ക് മനുഷ്യന്മാരെ വഴിപിഴപ്പിക്കുന്നതിന് വേണ്ടി വലിയ തന്ത്രം മെനഞ്ഞുകൊണ്ട് മറ്റുള്ളവർ കടന്നു വരുന്നത് അവിടെയാ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്താണെന്ന് പഠിക്കുവാനും അത് മുറുകെ പിടിച്ചു ജീവിക്കുവാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ശ്രദ്ധായി നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ. എന്തെങ്കിലും നന്മ ചെയ്യുമ്പോൾ ആ നന്മയെ വിമർശിക്കാൻ പലരും എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാലിയ നീ എങ്ങനെ ഇതൊക്കെ കൊണ്ടു നടക്കുന്നു? ഉസ്താദെ, വിമർശനങ്ങളൊക്കെ ഉണ്ട്, പലരും പലതും പറയാനുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നത് നമ്മൾ നന്മകൾ ചെയ്യുമ്പോഴേ വെറുതെ നിൽക്കണ മാവിൽ ആരും കല്ലെറിയൂല, മാങ്ങയുള്ള മാവിലെ ജനങ്ങൾ കല്ലെറിയാറുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്മകൾ ചെയ്യുമ്പോൾ നമ്മൾ വിമർശിക്കും. സാലിഹ് മുസ്ലിയാരോട് എന്റെ ശരീക്കായതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറില്ല. ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, പണ്ടൊരു കഥ പറയാം. ഒരു കടുവയും ഒരു കഴുതയും കൂടെ വല്ലാത്ത തർക്കം. എന്റെ പ്രിയപ്പെട്ടവർ, രണ്ടുപേരും കൂടെ വല്ലാത്ത തർക്കം. കഴുത പറഞ്ഞു പുല്ലിന്റെ നിറം മഞ്ഞയാണെന്ന്. അല്ല, അവിടെ നിന്ന് പറഞ്ഞു അല്ല, പച്ചയാ. എത്ര പറഞ്ഞിട്ട് ഈ കഴുത പറയുന്നു മഞ്ഞയാ മഞ്ഞയാ മഞ്ഞയാ. അവസാനം പിന്നെ ദേഷ്യം വരാതിരിക്കോ? അങ്ങനെ കടുവ എന്ത് എടുത്തു? കഴുത എടുത്തിട്ട് അങ്ങ് ചാമ്പി. എത്ര പറഞ്ഞിട്ടും ഇവൻ അനുസരിക്കുന്നില്ല, തല്ലുകൊടുത്തു. അങ്ങനെ കഴുത എന്ത് ചെയ്തു? കരഞ്ഞുകൊണ്ട് സിംഹരാജാവിന്റെ മുമ്പിൽ ചെന്ന് പരാതി പറഞ്ഞു, ഈ കടുവ എന്നെ തല്ലി. എന്തിനാ തല്ലിയെ? ഞാൻ പറഞ്ഞു പുല്ലിന്റെ നിറം മഞ്ഞയാണെന്ന്, ഇവൻ പറയുന്നു പച്ചയാണെന്ന്. ഞാൻ അങ്ങനെ തല്ലുവേടിച്ചു. അപ്പൊ സിംഹരാജാവ് കടുവയോട് ചോദിച്ചു, നീ എന്തിനാ ഇവനെ തല്ലിയത്? രാജാവേ, പുല്ലിന്റെ നിറം പച്ചയല്ലേ, ഇവൻ പറയുന്നു മഞ്ഞയാണെന്ന്. എത്ര പറഞ്ഞിട്ട് ഇവൻ അനുസരിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തല്ലിയെ. അപ്പോ സിംഹരാജാവ് എല്ലാം കേട്ടിട്ട് പറഞ്ഞു, കടുവയ്ക്ക് 10 അടി കൊടുക്കാൻ, കടുവയ്ക്ക് 10 തല്ല് കൊടുക്കാൻ. അപ്പൊ സിംഹത്തിനോട് കടുവ ചോദിച്ചു, രാജാവേ, ഇവൻ പറഞ്ഞതല്ലേ തെറ്റ്? പുല്ലിന്റെ നിറം പച്ചയല്ലേ, ഇവൻ പറഞ്ഞു മഞ്ഞയാണെന്ന്. ഇവനെ അടിക്കേണ്ടതിന് പകരം എന്തിനാ എന്നെ അടിക്കുന്നേന്ന്? ആ സമയത്ത് സിംഹരാജാവ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ലോകത്തുള്ള എല്ലാവർക്കും അറിയാം പുല്ലിന്റെ നിറം പച്ചയാണെന്ന്. ഈ കഴുത മഞ്ഞയാണെന്ന് പറഞ്ഞപ്പോ നിന്റെ വിലപ്പെട്ട സമയം എന്തിന് നീ വെറുതെ കളഞ്ഞു? ഇവനോട് തർക്കിച്ചതിനാ നിനക്ക് തല്ല്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതിനകത്താണ് സാലിഹ് ഉസ്താദിനുള്ള ഉപദേശം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു തന്നിരിക്കുന്ന സമയം വിലപ്പെട്ടതാ. അതെന്തിനാ നമ്മൾ ആവശ്യമില്ലാത്തവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്? ഇപ്പൊ ഞാനിത് പറഞ്ഞ ഈ സമയവും വേസ്റ്റായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നുകൂടെ അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദുആ ചെയ്യ്. ഇത് വേറെ രീതിയിലൊന്നും കാണരുത്. വേണമെങ്കിൽ പറയൂ, ഉസ്താദ് പറഞ്ഞു കേട്ടോ, ദുആ ചെയ്താൽ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്നൊക്കെ ഇതിനെ വിമർശിക്കപ്പെടാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മഞ്ഞപ്പിത്തം പിടിച്ചവനെ കാണുന്നതൊക്കെ മഞ്ഞ, അവൻ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. എടാ, ഞാൻ പറഞ്ഞത് ദുആ ചെയ്യുന്ന സമയത്ത് വിശ്വാസം വേണം, പ്രതീക്ഷ വേണം. അള്ളാഹു ഒരിക്കലും എന്നെ കൈവിടൂല.
ഞാൻ ചോദിച്ചാൽ എൻ്റെ റബ്ബ് തരും. കാരണം എൻ്റെ റബ്ബാണ് അല്ലാഹ്, ഞാൻ അല്ലാഹുടെ അടിമയാണ്. ഞാൻ ചോദിച്ചാൽ എൻ്റെ റബ്ബ് തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി ഒരു സ്വഭാവം കൂടെ പറഞ്ഞു തരാ. അല്ലാഹു പറയുകയാ, വകാനൂ ലനാ ഖശീർ വകാനൂ ലനാ ഖശീർ. അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണ്, അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത ഭയമാണ്. പടച്ചവനെ, ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ അവകാശിയുടെ മൂന്നാമത്തെ സ്വഭാവം എന്താ? അവൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണ്. ഈ വഅദ് പറയുന്ന ഞാനാകട്ടെ, വഅദ് കേൾക്കുന്ന നിങ്ങളാകട്ടെ, അല്ലാഹുവിനെ പേടിയുള്ള ആരാവുള്ളത്? അല്ലാഹുവിനെ പേടിയുള്ള ആരാവുള്ളത്? എടോ, നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ലടോ. അല്ലാഹ് ആരാണെന്ന് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. പിന്നെയല്ലേ പേടിയുണ്ടാകുന്നത്? ഇരിക്കുന്ന തടമ്പുള്ള, താടിയുള്ള, തൊപ്പിയിട്ട മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നവന്, ഒരു ഹൈന്ദവ വിശ്വാസി അല്ലെങ്കിൽ നിന്റെ അയൽവാസി നിന്നോട് ചോദിക്കുകയാണ്, അല്ലാഹ് ആരാ, അല്ലാഹ് ആരാ? 5 മിനിറ്റ് പ്രസംഗിക്കാനല്ലാതെ കൂടുതൽ എന്ത് നിനക്കറിയാം? ഇരിക്കുന്ന ഒരാളോട് ചോദിക്കുന്നു, ആരാ അല്ലാഹ്? എന്നെ പടച്ചതല്ല, മരിപ്പിക്കുന്നവനല്ല, ഭക്ഷണം തരുന്നവനല്ല, ഈ ലോകത്തിന്റെ അധിപനല്ല. ഇങ്ങനെ കേവലം ചുരുങ്ങിയ 10 വാക്കല്ലാതെ ആ അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് എന്തറിവാവുള്ളേ? ഇവിടെ നമുക്ക് പോലും അല്ലാഹനെ അറിയില്ല. നമുക്ക് ആർക്കെങ്കിലും അല്ലാഹുവിനെ അറിയുമായിരുന്നെങ്കിൽ ഈ വഅദിന്റെ ആവശ്യമുണ്ടോ? നമ്മുടെ സ്വഭാവം ഇങ്ങനെ ആവോ? നിസ്കാരം മുടക്കാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹുവിനെ മറന്നു നടക്കാൻ കഴിയുമോ? ഇന്ന് അല്ലാഹനെ മനസ്സിലാക്കാൻ ആർക്കും കഴിയണില്ല. ആരും പഠിക്കാനും മനസ്സിലാക്കാനും ദീനില്ലടോ ഇന്നാർക്കും. ദീൻ ഉണ്ടെന്ന് പറഞ്ഞു നടക്കുന്നവനും അകം പൊള്ളയ, അവനും ഇല്ല ദീൻ. എന്റെ അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കാനും ഇന്നത്തെ കുട്ടികൾ തന്നെ പറയുന്നത്, ഉസ്താദ് നിങ്ങൾ എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ മാറൂല. എടോ, വഅദ് കേട്ടിട്ട് ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപദേശം കേൾക്കുന്നതാരാ? മുസ്ലിം സമുദായം. ഇവിടത്തെ ഹൈന്ദവ വിശ്വാസി അല്ലെങ്കിൽ ക്രിസ്തുമത വിശ്വാസി, അവർക്ക് വഅദുണ്ടോ? മജ്ലിസുൻ നൂറുണ്ടോ? ഹദ്ദാദുണ്ടോ? സലാത്ത് മജ്ലിസ് ഉണ്ടോ? വെള്ളിയാഴ്ച ജുമുഅ ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ പാവങ്ങൾക്കൊന്നുമില്ലടോ. പക്ഷെ നമുക്കോ, ജനിച്ചപ്പോ തന്നെ ബാങ്കു ഇഖാമത്ത് അന്ന് മുതൽ തുടങ്ങിയതാ, മരിക്കണ കാലം വരെ ഉണ്ട് ഇത് മുഴുവനും. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപദേശം കേൾക്കുന്നത് നമ്മൾ, ഏറ്റവും കൂടുതൽ തോന്നിവാസം കാണിക്കുന്നത് ആരാ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. പേടിയുണ്ടോ നമുക്ക്? പേടിയുണ്ടോ നമുക്ക്? എടാ, പണ്ടുള്ളവൻ ഒരു വീടി വലിക്കുമ്പോഴും ഒളിച്ചിരുന്ന് വലിക്കും. ഇപ്പോഴോ പരസ്യമായി നിന്ന് കുടിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അവൻ നന്മയും ചെയ്യും തിന്മയും ചെയ്യും, ഒരു പേടിയില്ല. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം, ഒരു 15 വർഷം മുമ്പ്, ഇപ്പത്തെ കാര്യമല്ല, ഒരു 15 വർഷം മുമ്പ് നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്ന ഏതെങ്കിലും ഒരാൾ കള്ളു കുടിക്കോ? പറ, കുടിക്കോ? നിങ്ങൾ എന്താ മിണ്ടായിരിക്കണം? കുടിക്കോ? ഒരു 15 വർഷം മുമ്പ് നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്ന ഒരു മനുഷ്യൻ കള്ളു കുടിക്കില്ല. കള്ളു കുടിക്കുന്നവൻ പള്ളി വരില്ല. വ്യഭിചരിക്കുന്നവൻ പള്ളി വരൂല. പള്ളിയിൽ വരുന്നവൻ വ്യഭിചരിക്കൂല. പലിശ കച്ചവടം നടത്തുന്നവൻ പള്ളി വരൂല. പള്ളിയിൽ വരുന്നവൻ പലിശ കച്ചവടം നടത്തൂല. ഇത് പണ്ട്. ഇപ്പോഴോ കഞ്ചാവടിക്കുന്നവന് നിസ്കരിക്കാൻ പള്ളി വരും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ വരുവോ? നിങ്ങൾ എന്താ മിണ്ടാതിരിക്കണേ? ഇപ്പൊ വരുവോ? കള്ളു കുടിക്കുന്നവൻ പള്ളി വരും, കഞ്ചാവടിക്കുന്നവൻ പള്ളി വരും. എടോ, പണ്ട് പള്ളിയിൽ വരുന്നവൻ കള്ളു കുടിക്കില്ല, ഇന്ന് കള്ളുകുടിയുണ്ട്, പള്ളിയിലും വരും. എടാ, പണ്ട് പെണ്ണ് പിടിക്കുന്നവൻ പള്ളി കയറൂല, ഇപ്പൊ പെണ്ണ് പിടിക്കുന്നവൻ കമ്മിറ്റി ഓഫീസിൽ കയറിയിരിക്കും പള്ളി പരിപാലിക്കാൻ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ ഇവിടത്തെ ഉദ്ദേശം പറഞ്ഞതല്ല കേട്ടാ, ഞാൻ അങ്ങനെയൊന്നും കരുതല. ഇവിടുത്തെ ആരാന്ന് പോലും എനിക്കറിയില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട അവസ്ഥ ഏതാ? ഇവിടെ ഇന്ന് പലിശ കച്ചവടക്കാരനാണ് ഒന്നാമത്തെ സഫിലിരിക്കുന്നവൻ. ഇവിടെ ഇന്ന് നോക്കിയ വെള്ളിയാഴ്ച പള്ളിയിലെ ഖത്തീബിന് പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ? പള്ളിയിലെ ഉസ്താദ് കള്ളുകുടിയെ കുറിച്ച് പ്രസംഗിച്ച, പലിശയെ കുറിച്ച് പ്രസംഗിച്ച, വ്യഭിചാരത്തെ കുറിച്ച് പ്രസംഗിച്ച, പള്ളിയുടെ മൂല ഇരുന്നിട്ട് പറയും, ഇന്ന് നമുക്കിട്ടാളിയാ താങ്ങുന്നേന്ന്. കാരണം എല്ലാം പള്ളിക്കകത്തുണ്ട്.
എല്ലാരും ഉണ്ട്. കള്ളുകുടിയനുണ്ട്, വ്യഭിചാരിയുണ്ട്, പലിശക്കാരനുണ്ട്, എല്ലാം ഉണ്ട്. ഇന്ന് നമുക്ക് ഇട്ടാളിയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാണോ നമ്മുടെ അവസ്ഥ? ഇതാണ് നമ്മുടെ അവസ്ഥ. ഉസ്താദ്, ഞങ്ങൾക്ക് ഈ ജീവിതം ആസ്വദിക്കാൻ നിങ്ങൾ എടാ വയല് പറഞ്ഞിട്ട് കേട്ടിട്ട് സുബ്ഹാനല്ലാഹ്, വയലെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ എന്റെ പൊന്നാര ചങ്ങാതിമാരെ? വയലെന്ന് പറഞ്ഞ നേരം വെളുത്ത പാതിരാത്രി 12 മണി വരെ വയല. എടാ എന്റെ അടുത്ത് തന്നെ പലരും പറയും, ഉസ്താദെ നിങ്ങളുടെ വയല് കേട്ടിട്ടാ ഞാൻ ഉറങ്ങുന്നെന്ന്. സത്യം പറഞ്ഞാൽ അത് പറയുമ്പോ എന്റെ നെഞ്ചത്താ കുത്തണേ. എന്താ പറയണേ? പണ്ട് പാട്ട് കേട്ടിട്ട് ഉറങ്ങുന്നു, ഇപ്പൊ പ്രസംഗം കേട്ടിട്ട് ഉറങ്ങുന്നു. അത്ര വ്യത്യാസമേ ഉള്ളൂ. ഉസ്താദെ നിങ്ങളുടെ വയല് കേട്ടിട്ടാ ഞാൻ ഉറങ്ങുന്നത്. അതിനർത്ഥം എന്താ? വയല് കേൾക്കുമ്പോ ഉറക്കം വരും, അത്ര തന്നെ. എടാ ഈ പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ, നിങ്ങൾ നോക്കിക്കേ, ഓൺലൈനിന്റെ കാലവാ. പണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഓതണമെങ്കിൽ എവിടെ പോണം? എല്ലാരും എഴുന്നേറ്റ് ബാ, ഇങ്ങോട്ട് അടുത്തിരുന്നേ, ബാ മുന്നോട്ട് പാടാ ചങ്ങായി. എല്ലാരും കഴിഞ്ഞു, എല്ലാം കയറി നിന്ന് കസേര എടുത്തിട്ട് എല്ലാവരും ഫെഡറോട് കയറി പെട്ടെന്ന്. അൽഹംദുലില്ലാഹ്, സമയം കഴിഞ്ഞു. ഇനി അടുത്തിരുന്നോ? ഇനി ഇറങ്ങിപ്പോവാൻ ആരുമില്ല. ഒറ്റ വഴി, ഫരീഖും ഫിൽ ജന്ന. ഈ സെൻട്രൽ വഴിയും കടച്ചു. ഫണ്ടോട് കയറിയിരുന്നു. എല്ലാരും സെൻട്രൽ വഴിയൊക്കെ അടച്ചാൽ, ഈ വഴി അടച്ചാൽ ഇവിടെ ആരും ഇറങ്ങിപ്പോവാനില്ല. ഇങ്ങോട്ട് നീങ്ങിരട്ടെ മക്കളെ, ചങ്ങായി നീങ്ങി. എല്ലാരും കയറിക്കോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പണ്ടൊരു പനി വന്നു. ഒരു ഗ്ലാസ് വെള്ളം ഓതണമെങ്കിൽ ഉസ്താദിന്റെ അടുക്ക പോണോ വേണ്ടേ? ഒരു ചരട് ഓതണമെങ്കിൽ എവിടെ പോണം? ഈ അടുത്ത സമയത്ത് ഞാൻ രാവിലെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാൾക്ക് സുഖമില്ലാത്തത് കാരണം കാണാൻ പോയി. രാവിലെ ഞാൻ അവിടെ ഇങ്ങനെ പോയപ്പോ അയൽവാസിയായ താത്ത ഓടി വന്നിട്ട് പറയുന്നു, എന്റെ ആട് വെള്ളം കുടിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല, ആ ഓതിയ വെള്ളം ഇങ്ങ് തരാൻ. എന്റെ ആട് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല, ആ ഓതിയ വെള്ളം തരാൻ പറഞ്ഞു. ഈ താത്ത അകത്ത് പോയിട്ട് ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഈ താത്ത കൊണ്ടുപോയി. എനിക്കൊന്നും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എന്താണ്? അത് രാവിലെ സലാത്ത് മജ്ലിസ് ഓൺലൈനിലൂടെ ഇരുന്ന് ഓതിയ വെള്ളമാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദന്മാരുടെ പണി പോയി. ഇവര് തന്നെ രാവിലെ ഏതെങ്കിലും, എടോ വയല് കേൾക്കുന്നതൊക്കെ നല്ലത് കാര്യം ഇല്ലാന്ന് എന്റെ വയലാണെങ്കിലും കേൾക്കാൻ പാടില്ല. ഞാൻ ഈ രാമനാട്ടുകരെ വയലിന് പോയപ്പോ ഒരു പിതാവ് എന്നെ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ ആ പ്രസംഗിക്കണ ചങ്ങാതിയല്ലേ? ഞാൻ പറഞ്ഞു, അതെ. എന്റെ പൊന്നാര ഉസ്താദ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ. ഈ സാധു രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് നടന്നു പോയ പുണ്യം കൂടുതലാണെന്ന് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ഈ വാപ്പ നടന്ന പള്ളിയിൽ പോണേ. സുബഹിക്ക് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പള്ളിക്ക് പോയി നിസ്കരിക്കും. ഹജ്ജിന്റെ കൂലി വേണമല്ലോ, ഉംറയുടെ കൂലി വേണം. എല്ലാരും പോയാൽ ഈ പാവ അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് ഏറ്റവും അവസാനം അവിടെ ഇരുന്ന് ദിക്റും ദുആയും ചെയ്ത് ഉംറയുടെ കൂലിയും വാങ്ങിച്ചിട്ട് നടന്നാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. ഈ പാപം വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഡേ ഇത്തിരി ചായ ഇട്ട് തരാൻ. പള്ളിയിൽ ക്ഷീണിച്ചു പോയതല്ലേ, നടന്നു പോയതല്ലേ. ഭർത്താവ് പറഞ്ഞു, ഇത്തിരി ചായ ഇട്ട് തരാൻ. ഭാര്യ പറയാ, ഞാൻ മജ്ലിസിൽ ഇരിക്കുക, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളോടെങ്ങാണ് അങ്ങനെ പറഞ്ഞാലുള്ള അവസ്ഥ. അല്ലാഹു ഭാര്യക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എടോ, ഇന്നത്തെ വയലുകൾ അങ്ങനെ ആയി പോയി. ഇപ്പൊ ഇരിക്കണ ഈ മറയ്ക്കപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങളെ പോയി നോക്കിക്കേ. ഫർദയിട്ട്, ഹിജാബിട്ട്, തല മറച്ച് അദബും മര്യാദയായി ഇങ്ങനെ ഇരുന്ന് വയല് കേൾക്കും. എന്നാ നിങ്ങൾ വീട്ടിൽ പോയി നോക്കിക്കേ. രാവിലെ ഇതങ്ങോട്ട് ഓണാക്കി ചരുവത്തിലോട്ട് ചാരി വെക്കും. എന്നിട്ട് ഇവരിങ്ങനെ പച്ചക്കറി അരിയും, ചായ വെക്കും, പാത്രം കഴിയും, വയലും നടക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതതിനെ കളിയാക്കുന്നതിന് തുല്യമാ. ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും വയല് കേൾക്കേണ്ട കാര്യമില്ല. സമാധാനത്തോടെ ഇരുന്ന് കേൾക്കണം. ഇൽമതാ. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വയല് പറഞ്ഞിട്ട് നന്നാകുന്നില്ലടോ മനുഷ്യൻ. ഭയമില്ല, ദീനില്ല.
ദീൻ പഠിക്കുവാനോ മനസ്സിലാക്കാനോ നമ്മൾ തയ്യാറാകുന്നില്ല. എത്ര പറഞ്ഞാലും ഒരു മാറ്റമില്ല ഉസ്താദ്. ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ. ഇതാ ഇന്നത്തെ കുട്ടികളുടെ ഒരു കൺസെപ്റ്റ് തന്നെ. ഇതൊക്കെ മാറണം സഹോദരങ്ങളെ. ദീൻ പഠിക്കണം, ദീനുമായി ബന്ധപ്പെടണം, സ്വന്തം ആദ്യം നന്നാകണം. ഒരാൾ നന്നാകേണ്ടത് ആദ്യം നമ്മൾ നന്നാകണം, എന്നിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ. ആദ്യം നമ്മൾ നന്നാകണം, പിന്നെ നമ്മുടെ ഭാര്യയെ നന്നാക്കണം, പിന്നെ നമ്മുടെ മക്കളെ നന്നാക്കണം. എപ്പോഴും ദീൻ വേണം നമുക്ക് വേണ്ടത്. ഈ പെണ്ണുങ്ങൾ ചോദിക്കും, സിറാജ് ഉസ്താദെ, നിങ്ങൾ ഏത് പ്രവാചകന്മാര് വഹദ് പറഞ്ഞാലും ഞങ്ങളെ പറയാൻ പറ്റുന്നതിന്റെ മാക്സിമം പറയുമല്ലോ. ഇവർ വിചാരിക്കുന്നത് നമുക്ക് അവരോട് എന്തോ വൈരാഗ്യം ഉണ്ടെന്നുള്ളത്. ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ വഹദ് കേൾക്കുന്നത് പെണ്ണുങ്ങളാ, ഏറ്റവും കൂടുതൽ പിരിവ് തരുന്നതും പെണ്ണുങ്ങളാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവര് ഏറ്റവും കൂടുതൽ, ഞാൻ പറയുന്നത്, പെണ്ണുങ്ങളോട് ഞങ്ങൾക്ക് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. പക്ഷേ പെണ്ണുങ്ങളെ ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. കാരണം പെണ്ണുങ്ങൾ നന്നായേ പറ്റൂ. പെണ്ണുങ്ങൾ നന്നാകണം. എന്തുകൊണ്ട്? പെണ്ണുങ്ങൾ നന്നായാലുള്ള പ്രയോജനം എന്താ? പെണ്ണ് നന്നായ നമ്മുടെ വീട് സ്വർഗമാകും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറ കാക്ക, ആമീൻ പറ കാക്ക. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. പാപ്പ, നീ എത്ര കൊലകൊമ്പനാണെന്ന് പറഞ്ഞാലും, നീ ഹാജി ആരോ തങ്ങളോ മലക്കോ ആരുമായാലും, നിന്റെ പെണ്ണും പിള്ള നല്ലവളല്ലെങ്കിൽ മക്കളുടെ കാര്യം പോക്ക. അള്ളാഹു കാക്കമാറാകട്ടെ. ഇനി നീ എത്ര വലിയ കുത്തുബുല്ല കിതാബാണെങ്കിലും നിന്റെ പെണ്ണും പിള്ള നല്ലവളല്ലെങ്കിൽ നിന്റെ കാര്യം വളരെ കഷ്ടമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല. 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയാണ് ഷൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം. കൂട്ടുകാരൻ നൂഹിന്റെ പേരല്ല ഞാൻ പറഞ്ഞേ, ഒരു പ്രവാചകന്റെ പേരാ പറഞ്ഞേ. മഹാനായ ഷൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം എത്ര വർഷം ദഅവത്ത് നടത്തി? 950 കൊല്ലം രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹയെ കുറിച്ച് പറഞ്ഞ പ്രവാചകനാ നൂഹ് നബി. ഈ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? പറ, വിശ്വസിച്ചോ? ഇല്ല. ഈ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല. തന്റെ പൊന്നാര മകൻ വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാകുമ്പോ നൂഹ് നബി വിളിക്കുന്നു, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ, അള്ളാടെ അദാബാടാ, പാപ്പ പറയുന്നതനുസരിക്കടാ, ഇന്ന് രക്ഷയൊന്നുമില്ല. ലാ ആസിമൽ യൗമ മിൻ അംരില്ല, ഉപ്പാടെ പൊന്നുമോനി കപ്പലിൽ കയറി നമുക്ക് രക്ഷപ്പെടാം. വാപ്പാടെ പണി നോക്കിക്കൊള്ളാൻ. ആ മോൻ പറഞ്ഞ മറുപടി, ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടും, ഉപ്പാടെ പണി നോക്കിക്കൊള്ളാൻ. കണ്ണിന്റെ മുമ്പിൽ കിടന്ന് മുങ്ങി മരിച്ചടോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആര്? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ. എന്തുകൊണ്ട്? ഭാര്യ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവളായിരുന്നു. 2 ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാ. ലൂത്ത് നബി അലൈഹിസ്സലാമും പ്രവാചകനാ. ആ പ്രവാചകന്റെ ഭാര്യ അള്ളാഹിനെ വിശ്വാസമില്ലാത്തവളായി പോയി, മക്കളും പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് പ്രവാചകന്മാരുടെ ചരിത്രമാ. അപ്പൊ നമ്മളോ? പാപ്പ, നീ വലിയ ആളായിരിക്കും, നിസ്കാരവും നോമ്പും ദുഃഖറും ദ്വായൊക്കെ. നീ രാവിലെ ജോലിക്ക് പോകുമ്പോ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോയെ? ആമിനയുടെ കയ്യില്. ആമിന നല്ലവളല്ലെങ്കിൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് സഹോദരിമാരെ, അതുകൊണ്ടാണ് ഞങ്ങൾ സഹോദരിമാരെ കുറിച്ച് പറയുന്നത്. അല്ലാതെ വാശിയും വൈരാഗ്യമൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്നത്, അതുകൊണ്ട് ഏത് നിക്കാഹിൽ പോകുമ്പോഴും കേൾക്കുന്ന ഒരു വാചകം, തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങൾ. മോനെ, കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരാ, എല്ലാവരോടും ഉസ്താദന്മാര് പറയുന്നത് സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, ദീനിനെ നീ പരിഗണിക്കുക. 4 കാര്യം എണ്ണി പറയും. എന്നിട്ട് അവസാനം പറയുന്നത്, സമ്പത്തിനും സൗന്ദര്യത്തിനും കുടുംബ മഹിമയ്ക്കുമല്ല നീ സ്ഥാനം കൊടുക്കേണ്ടത്, കെട്ടുന്ന പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.